നമസ്കാരം, ലൈസിയം അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ 60 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം, സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ് എന്നതാണ്. ഹു ഇൻവെന്റഡ് സ്പിന്നിങ് ജെന്നി എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ച ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ഇനി അശോക ദ ഗ്രേറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അശോകൻ ഏത് ഡൈനാസ്റ്റിയിലാണ്, ഏത് രാജവംശത്തിലാണെന്നാണ്? അശോകൻ മൗര്യ ചക്രവർത്തിയാണ്, മൗര്യ ഡൈനാസ്റ്റിയിലാണെന്ന് ഓർത്തിരിക്കുക. 32 ഓപ്ഷൻ ബി ആണ്. 33ാമത്തെ ചോദ്യം, ചോർച്ചാ സിദ്ധാന്തം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ആരാണ്? നിങ്ങൾക്കറിയാം, ദാദാഭായ് നവറോജി ആണ്. 33ാമത്തെ ചോദ്യം, ദ്വിതീയ മേഖലയിൽ വരുന്നത് ഏതാണ് എന്നതാണ് 34ാമത്തെ ചോദ്യം. ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏതാണ്? സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏതാണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ദ്വിതീയ മേഖലയിൽ വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആണ്. അടുത്ത 35ാമത്തെ ചോദ്യം, സാന്ദ്രത ഏറ്റവും കുറവായ ഭൂമിയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞത് ഭൂമിയുടെ ഏത് ഭാഗത്തിനാണ്? ഭൂവൽക്കം, മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ്? ഭൂവൽക്കത്തിനാണ് ഏറ്റവും ഡെൻസിറ്റി കുറവ്. ഓക്കെ, ഡെൻസിറ്റി ഏറ്റവും കുറവ് ഭൂവൽക്കത്തിനാണ് അല്ലെങ്കിൽ ക്രസ്റ്റിനാണ്. ക്രസ്റ്റ് 34 ഓപ്ഷൻ എ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത നല്ലൊരു ചോദ്യമുണ്ട്, ഒരു കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. തെക്ക് നിന്ന്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നിന്ന്, ഇന്ത്യയുടെ തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തെക്ക് ഭാഗം, ഓക്കെ, തെക്ക് ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ മുഖ്യ കരഭാഗം ആരംഭിക്കുന്നത്, അതായത് കന്യാകുമാരി റീജിയൻ ആരംഭിക്കുന്ന അക്ഷാംശം എത്രയാണ്? അല്ലെങ്കിൽ തെക്ക് അക്ഷാംശം എത്രയാണ്? ഇന്ത്യയുടെ തെക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് അക്ഷാംശത്തിലാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗം അല്ലെങ്കിൽ കന്യാകുമാരിയൊക്കെ ആരംഭിക്കുന്നത് എന്നതാണ് കൂടുതൽ ശരിയായ ഉത്തരം. ഓക്കെ, അത് ഓർത്തിരിക്കുക. 8 ഡിഗ്രി മുതൽ 37 ഡിഗ്രി വരെയാണ് നോർത്തിൽ. അപ്പോൾ അതിൽ തെക്ക് ഭാഗം എന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് അക്ഷാംശം എന്നതാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917ലാണ്. ഓക്കെ, ബീഹാറിലാണ് ചമ്പാരൻ. 37 ഓപ്ഷൻ എ ആണ്. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ളത് മാത്രം നോക്കുന്നു. ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആകെ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ നമുക്ക് എന്തെന്ന് പറയാം? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP. GDP എന്നാണ് ശരിയായ ഉത്തരം, GDP. ഓക്കെ, 38ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത്, ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗമുള്ളത് ഏതിനാണ്? ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗതയുള്ളത് ഏതിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതിനാണ്? 39ാമത്തെ ചോദ്യം, ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗതയുള്ളത് ഓപ്ഷൻ ബി ആണ്. 39 ഓപ്ഷൻ ബി ആണ്, പ്രൈമറി വേവ്സിനാണ്. പ്രൈമറി വേവ്സ്. ഓക്കെ, ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗത പ്രൈമറി വേവ്സിന് ആണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള. അപ്പോൾ റാബി വിള ഇതിൽ ഏതാണ്? നെല്ലല്ല, കരിമ്പല്ല, ചണവുമല്ല, ഗോതമ്പാണ് ഒരു റാബി വിള എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റാബി വിള ഗോതമ്പ് ആണ്. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശങ്ങളെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഐസോബാറുകൾ. ഐസോബാറുകൾ. 41 ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി 41 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവിക്കുന്ന മേഖലകളെ ചേർത്ത് വരയ്ക്കുന്ന രേഖയാണ് ഐസോബാറുകൾ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം, ജനസാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. 17 ജനസാന്ദ്രത. 42 ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 43ാമത്തെ ചോദ്യം വേമ്പനാട്ട് കായൽ ആണ്. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വേമ്പനാട്ട് കായൽ ആണ്. ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് എന്താണ്? ശബ്ദ മലിനീകരണം, വായു മലിനീകരണം, ജലമലിനീകരണം, കര മലിനീകരണം. ഇതിൽ എന്താണ്? ബ്രോങ്കൈറ്റിസ് ശ്വാസകോശ സംബന്ധമായ രോഗമാണ്. അപ്പോൾ വായു മലിനീകരണമാണ് ബ്രോങ്കൈറ്റിസിന് കാരണമായി തീരുന്നത്. 44 ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വകാര്യ ബാങ്ക് അല്ലാത്തത്, സ്വകാര്യ ബാങ്ക് അല്ലാത്തത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ബാങ്ക് ഏതാണ്? അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. കാനറ ബാങ്ക് ഒരു സ്വകാര്യ ബാങ്ക് അല്ലാതെ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആണ്. അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? സിമ്പിൾ ചോദ്യമാണ്. കൗടില്യൻ, ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നറിയപ്പെടുന്ന മൗര്യ
മൗര്യ റൂളർ ആണ്, അല്ലെങ്കിൽ റൂളർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രധാനമന്ത്രി. മൗര്യ ചക്രവർത്തിയുടെ, ചന്ദ്രഗുപ്ത മൗര്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. കൗടില്യനാണ് അല്ലെങ്കിൽ വിഷ്ണുഗുപ്തനാണ് ഇത് എഴുതിയത്. പാദുവ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് 47ാമത്തെ ചോദ്യം. പാദുവ സർവകലാശാല എവിടെയാണ്? ഇറ്റലിയിലാണ്. പാദുവ ഇറ്റലിയിലാണ്. ഉത്തരപർവ്വത മേഖല നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ നോർത്തിലാണ് ഉത്തരപർവ്വത മേഖല ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കെന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായിട്ട് ഇവിടെ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, സിന്ധു ഗംഗാ സമതലം, ഥാർ മരുഭൂമി. ഏതാണ് ഏറ്റവും ശരിയായത്? ഉത്തരമഹാസമതലത്തിന് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഉണ്ടാക്കുന്ന സമതലമാണ് തൊട്ട് തെക്കായിട്ട് വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം 49, ഓപ്ഷൻ ഡി ആണ്, കേരളമാണ്. 50ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ലാറ്ററൈറ്റ് മണ്ണ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 50ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. 51ാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? 51 അറിയാം നിങ്ങൾക്ക്, ആരാണ്? വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. 52ാമത്തെ ചോദ്യം, ധരാതലീയ ഭൂപടത്തിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കൃഷിയിടത്തെയാണ്, കൃഷിയിടം. 52 ഓപ്ഷൻ എ. സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് ആന്തരഗ്രഹങ്ങൾ. ഇതിൽ ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറുത് ബുധനാണ് അല്ലെങ്കിൽ മെർക്കുറിയാണ്, മെർക്കുറി. 54ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലാൻ ഹോളിഡേ എന്ന് പറയുമ്പോൾ ഏതാണ്? 66, 69 ആണ് പ്ലാൻ ഹോളിഡേ. 66, 69 എന്നതാണ് ഏറ്റവും ശരിയായ ഉത്തരം. ഓക്കെ, 54ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, 66, 69 കാലഘട്ടം. ഛത്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഛത്രപതി ശിവജിയാണ്. മറാത്ത റൂളറാണ്. 55 ഓപ്ഷൻ സി. ഛത്രപതി എന്നറിയപ്പെടുന്നത് ശിവജിയാണ്. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 56 ഓപ്ഷൻ ബി, സി ആണ്, മന്നത്ത് പത്മനാഭൻ. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? 57ാമത്തെ ചോദ്യം, 1741 കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ്. 1741 കുളച്ചൽ യുദ്ധം. ബൃഹദേശ്വര ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബൃഹദേശ്വര ഒരു ചോള കൺസ്ട്രക്ഷൻ ആണ്. ബൃഹദേശ്വര ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തഞ്ചാവൂരിലാണ്. 58 ഓപ്ഷൻ ബി ആണ്, തഞ്ചാവൂർ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഹരപ്പൻ സംസ്കാരത്തിലെ നാഗരിക കേന്ദ്രം ഏതാണ്? ഹരപ്പനിലെ നാഗരിക കേന്ദ്രം ഇവയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറൂക്ക്, സുസ. ഇതൊന്നുമല്ല, മോഹൻജോദാരോ ആണ്. മോഹൻജോദാരോ ഹരപ്പൻ സൈറ്റ് ആണ്. 59 ഓപ്ഷൻ സി, മോഹൻജോദാരോ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പൊതുവെ അനുഭവപ്പെടുന്ന മഴ സംവഹന മഴ അല്ലെങ്കിൽ കൺവെക്ഷണൽ റെയിൻ ആണ്. കൺവെക്ഷണൽ റെയിൻ. അടുത്ത, മ്യൂസിയം സന്ദർശനം ഏത് പഠന പ്രവർത്തനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്, ഫീൽഡ് ട്രിപ്പ് ആണ് മ്യൂസിയം സന്ദർശനം. മ്യൂസിയം എന്ന ഫീൽഡിലേക്ക് നമ്മൾ ട്രിപ്പ് നടത്തുന്നു. 61 ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫീൽഡ് ട്രിപ്പ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ സി. 62 ഓപ്ഷൻ സി, പ്രധാനമന്ത്രി. കുട്ടികൾ സംഘമായി പ്രവർത്തിച്ച് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രീതിയാണ് സഹകരണ പഠനം അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ്. സഹകരണ പഠനം. കുട്ടികൾ സംഘമായി പ്രവർത്തിച്ച് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. 64 ഓപ്ഷൻ ബി. കേരളത്തിന്റെ പ്രകൃതി വൈവിധ്യം അവതരിപ്പിക്കുന്ന ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നു, വരപ്പിക്കുന്നു, നൃത്തം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ പല കഴിവുകൾ ഇവിടെ ഉപയോഗിക്കുന്നു. വ്യക്തി വ്യത്യാസത്തിന് പ്രാധാന്യം നൽകുന്നു. ബഹുതര ബുദ്ധി സിദ്ധാന്തമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ബുദ്ധിക്കും പ്രാധാന്യം നൽകുന്നു. ബഹുതര ബുദ്ധി സിദ്ധാന്തം, ഹൊവാർഡ് ഗാർഡനർ. 65 ഓപ്ഷൻ എ ആണ് ഉത്തരം, ബഹുതര ബുദ്ധി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അടുത്ത 66ാമത്തെ ചോദ്യം, പഠന നേട്ടങ്ങളുടെ സവിശേഷതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഔട്ട്കം. ലേണിംഗ് ഔട്ട്കമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിരീക്ഷിക്കാനും അളക്കാനും കഴിയുന്നത് എന്നതാണ്. ലേണിംഗ് ഔട്ട്കം എന്നതാണ് ശരിയായ ഉത്തരം. ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് ഉണ്ടാകേണ്ട കഴിവ് അറിവ് പകർന്നു നൽകൽ, പ്രയാസമുള്ളവ ഓർമ്മിപ്പിക്കാൻ പഠിപ്പിക്കൽ, ഇതെല്ലാം തെറ്റാണ്. പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പിക്കൽ, അതും തെറ്റാണ്. അറിവ് നിർമ്മിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കണം, കൺസ്ട്രക്റ്റീവിസമാണ്. അറിവിന്റെ നിർമ്മാതാക്കളായിട്ട് കുട്ടിയെ കൊണ്ടുവരണം സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ. ഓപ്ഷൻ ഡി. 67 ഓപ്ഷൻ ഡി, അറിവ് നിർമ്മാതാക്കളാക്കി കുട്ടിയെ മാറ്റുക എന്നതാണ് അധ്യാപകൻ ചെയ്യേണ്ട കാര്യം. അടുത്ത 68ാമത്തെ ചോദ്യം, രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 68 ഓപ്ഷൻ ബി ആണ്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലെ സുപ്രധാന ഘടകം ഏതാണ്? 69ാമത്തെ ചോദ്യം, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൽ. അപ്പോൾ ശിശു ആണ് ഇവിടെ
കേന്ദ്രം. അപ്പോൾ കുട്ടിയാണ് കേന്ദ്രം. ഓക്കെ, 69 ഓപ്ഷൻ എ ആണ് ഉത്തരം. 70 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 5 വർഷത്തിലൊരിക്കലാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനം. 70 ഓപ്ഷൻ സി 5 വർഷം ആണ്. നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെടുന്ന പഠന നേട്ടം, പഠന ഉദ്ദേശ്യം, അതുപോലെ തന്നെ ദൃശ്യ ശ്രവ്യ ഉപാധികൾ, നിരീക്ഷണ കുറിപ്പുകൾ. അപ്പോൾ ഇതിൽ കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഓപ്ഷൻ ഡി നമുക്ക് സെലക്ട് ചെയ്യാം. ഒബ്സർവേഷൻ നോട്ട്സ്, നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രക്രിയാശേഷികൾ അല്ലെങ്കിൽ പ്രോസസ് സ്കിൽസിൽ ഉൾപ്പെടാത്തത്, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രോസസ് സ്കിൽസ്. പ്രോസസ് സ്കിൽസിൽ വരാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിരീക്ഷണം, വർഗീകരണം, പരീക്ഷണം, അതുപോലെ തന്നെ പഠന നേട്ടം. പഠന നേട്ടം ഒരു പ്രോസസ് സ്കില്ല് അല്ല, അതൊരു ഒബ്ജക്റ്റീവാണ്. പഠന നേട്ടം ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ പ്രോസസ് സ്കിൽസിൽ വരുന്നത് നിരീക്ഷണം, വർഗീകരണം, പരീക്ഷണം, ഒബ്സർവേഷൻ, ക്ലാസിഫിക്കേഷൻ, എക്സ്പെരിമെന്റ് എന്നിവയാണ്. ഓക്കെ, അടുത്ത 73ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ്? ബാലവേല നിരോധനത്തെ കുറിച്ചാണ് പറയുന്നത്. ബാലവേല നിരോധനം ഓപ്ഷൻ സി. 73 ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. അനുരൂപീകരണം നടത്തുന്ന ടീച്ചിങ് മാനുവൽ ഉപയോഗിക്കുന്നത്? Adapted teaching manual is used for inclusive education, to simplify the learning process, for gaining the attention of children, for providing better classroom experience. എന്തിനു വേണ്ടിയിട്ടാണ് അനുരൂപീകരണം നടത്തുന്ന ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ അഡാപ്റ്റഡ് ടീച്ചിങ് മാനുവൽ ഈസ് യൂസ്ഡ് ഫോർ? അഡാപ്റ്റഡ് ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്നതാണ്? അഡാപ്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കത് എന്താണ് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ എ നമുക്ക് പറയാം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അനുരൂപീകരണം, അഡാപ്റ്റഡ് ടീച്ചിങ് മാനുവൽ, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത 75. യഥാർത്ഥ വസ്തുക്കളുടെ പ്രതിരൂപങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? യഥാർത്ഥ വസ്തുക്കളുടെ പ്രതിരൂപം, റെപ്ലിക്കാസ് ഓഫ് റിയൽ തിങ്സ്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? മോഡൽസ് എന്ന് പറയും. മാതൃകകൾ. 75 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 76. നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഓക്കെ, നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? സ്വയം വിലയിരുത്തൽ, ക്ലാസ് ടെസ്റ്റ്, പാദവാർഷിക പരീക്ഷ, പരസ്പര വിലയിരുത്തൽ. ഇതിൽ ഏതാണ് നിരന്തര മൂല്യനിർണ്ണയം? നിരന്തരമായിട്ട് മൂല്യനിർണ്ണയം നടത്താത്തത്, സമ്മേറ്റീവ് ആയിട്ടുള്ളത് പാദവാർഷികം അല്ലെങ്കിൽ ടേം എക്സാമിനേഷൻ നിരന്തര മൂല്യനിർണ്ണയം അല്ല. ഓക്കെ, 77ാമത്തെ ചോദ്യം. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 78ാമത്തെ ചോദ്യം. സാമൂഹ്യശാസ്ത്ര പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണന നൽകേണ്ടതില്ലെന്ന് തോന്നുന്ന പ്രസ്താവന? പരിഗണന നൽകേണ്ടതില്ലാത്തത്, ഭിന്ന നിലവാരക്കാരെ പരിഗണിക്കൽ അല്ലെങ്കിൽ കൺസിഡറിങ് ലേണർ ഡൈവേഴ്സിറ്റി. അതുപോലെ തന്നെ റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ ലൈഫ്, പ്രാക്ടിക്കൽ ലൈഫിന് പ്രാധാന്യം നൽകുക. റിലേറ്റഡ് ടു സറൗണ്ടിങ്സിന് പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്, എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസിന് പ്രാധാന്യം നൽകുക. ഇതിൽ ഏതാണ് സാമൂഹ്യശാസ്ത്ര പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണന നൽകേണ്ടതില്ലെന്ന് തോന്നുന്ന പ്രസ്താവന ഏതാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ ഏതാണ്? ഭിന്ന നിലവാരക്കാരെ പരിഗണിക്കൽ, പ്രായോഗിക ജീവിത ബന്ധം, പരിസര ബന്ധിതം, പ്രയാസമേറിയ പ്രശ്നങ്ങൾ. 78ാമത്തെ ചോദ്യം. ഏതാണ് വരാത്തത്? ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ആണ് വരാത്തത്. ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ഓക്കെ, 78 ഓപ്ഷൻ ഡി ആണ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രയാസമേറിയ പ്രശ്നങ്ങൾ. ഓക്കെ, 79ാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥിരം സഭ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥിരം സഭ. 80ാമത്തെ ചോദ്യം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള കമ്മീഷൻ ഏതാണ്? അത് സർക്കാരിയ കമ്മീഷൻ ആണ്. ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഇനി 81ാമത്തെ ചോദ്യം. കുട്ടികൾ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വാർത്താശകലങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഏതിലാണ്? പ്രദർശിപ്പിക്കുന്നത് ബുള്ളറ്റിൻ ബോർഡിലാണ്. ബുള്ളറ്റിൻ ബോർഡ്. 81 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. ഒരു ടൈം ലൈനിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു ടൈം ലൈനിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചാർട്ടുകൾ ചിത്രങ്ങൾ, കാർട്ടൂണുകൾ സംഭവങ്ങൾ, പോസ്റ്ററുകൾ വർഷങ്ങൾ സംഭവങ്ങൾ. അപ്പോൾ ഒരു ടൈം ലൈനിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് ഉണ്ടായിരിക്കുക? ഇയേഴ്സ് ആൻഡ് ഇവന്റ്സ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ലൈസിയം അക്കാഡമി നിങ്ങൾക്ക് അറിയാമായിരിക്കും. സി-ടെറ്റിനും കെ-ടെറ്റിനും സെറ്റ് എക്സാമിന് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കെ-ടെറ്റിന് നമുക്ക് കഴിഞ്ഞ തവണയും അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് 99% വന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം 60 ചോദ്യങ്ങളുണ്ട്. 60 ചോദ്യത്തിൽ ഏകദേശം 55-ലധികം ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സി-ടെറ്റിന്റെ സോഷ്യൽ സയൻസിന്റെ ഒരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സി-ടെറ്റ് ജനറൽ സൈക്കോളജിയുടെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. സെറ്റ് പരീക്ഷയുടെയും ഒരു ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് പരീക്ഷയുടെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട് ഉടനെ തന്നെ. ഒരു ക്രാഷ് കോഴ്സാണ്, ഒരു 20 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഇതിൽ കിട്ടിയതെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയത്? ഓക്കെ, അപ്പോൾ 83ാമത്തെ ചോദ്യം, ടീച്ചിങ് മാനുവലിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ടീച്ചിങ് മാനുവലിന്റെ ഭാഗമല്ലാത്തത്, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ടീച്ചിങ് മാനുവൽ. പഠന പ്രക്രിയ, പഠന ഉപകരണം, ഉപാഖ്യാനങ്ങൾ, പ്രതികരണം. ഇതിൽ ഏതാണ് വരാത്തത്? ഉപാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അനക്ഡോട്ട്സ് ആണ് വരാത്തത്, ബാക്കിയെല്ലാം വരും. ലേണിംഗ് പ്രോസസ്സ്, ലേണിംഗ് എയ്ഡ്സ്. ലേണിംഗ് എയ്ഡ്സ് നമുക്കൊരു സംശയമുണ്ട്. ലേണിംഗ് എയ്ഡ്സിനെ കുറിച്ച് അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ലേണിംഗ് എയ്ഡ്സ് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ബി ഓർ സി. അപ്പോൾ ഉപാഖ്യാനങ്ങളെന്ന് നമുക്ക് പറയാം, അനക്ഡോട്ട്സ്. ഓക്കെ, 84ാമത്തെ ചോദ്യം, ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് എത്ര കാലം വരെ തന്റെ പദവി വഹിക്കാൻ കഴിയും? 65 വയസ്സ് വരെ. 65 വയസ്സ് വരെ. 84 ഓപ്ഷൻ ഡി ആണ്. 85ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ വിമർശന ചിന്ത അല്ലെങ്കിൽ ക്രിയാത്മക ചിന്ത എന്നിവ വളരാൻ കൂടുതൽ സഹായിക്കുന്നത് ഏതാണ്? കാർട്ടൂണുകൾ എന്നതാണ് ശരിയായ ഉത്തരം. വിമർശന ചിന്തയും ക്രിയാത്മകതയും കുട്ടിയിൽ വളർത്തുന്നത് കാർട്ടൂണുകളാണ്. കാർട്ടൂൺ. ഓക്കെ, അടുത്തൊരു ചോദ്യം, സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ സർഗാത്മകത വളർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. പിന്നെ കഥ പറച്ചിലും പറ്റും, പക്ഷേ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ 86 ഓപ്ഷൻ ബി ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അടുത്ത 87 ആണ്, ഗ്രാഫ് നിർമ്മാണ വേളയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു നോട്ട് വൈൽ കൺസ്ട്രക്ടിങ് എ ഗ്രാഫ്. അപ്പോൾ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? സോഷ്യൽ സയൻസ് പ്രിൻസിപ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾ, പെഡഗോജിക്കൽ പ്രിൻസിപ്പിൾ, പ്രോസസ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾസ്. ഇതിൽ ഗ്രാഫ് നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണ് ഗ്രാഫുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 87. 88, UNOയുടെ ആസ്ഥാനം എവിടെയാണ്? UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് ആണ്. ഓക്കെ, 88 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത 89, പാഠ്യപദ്ധതിയിലെ ചാക്രി ആരോഹണ രീതി കൊണ്ടുവന്ന ആരാണ്? സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്ന ആരാണ്? അത് ബ്രൂണർ ആണ്. സ്പൈറൽ കരിക്കുലം ബ്രൂണർ ആണ് കൊണ്ടുവന്നത്. വിവിധ ഇനം ഗ്രാഫുകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഗ്രാഫുകളിൽ വരാത്തത്. വിച്ച് ഓൺ ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്? ടൈം ലൈൻ, പൈ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്. ഇതിൽ ഏതാണ് ഗ്രാഫുകളിൽ വരാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഗ്രാഫിൽ വരാത്തത് ടൈം ലൈൻ ആണ്. ടൈം ലൈൻ ഒരു ഗ്രാഫ് അല്ല. ഓക്കെ, അപ്പോൾ 80 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. C10നും വേണ്ടി ഉടനെ തന്നെ നമ്മുടെ 1-ാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.